എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ അപേക്ഷ വെരിഫിക്കേഷൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ വെരിഫിക്കേഷൻ ആവാത്ത വിദ്യാർത്ഥികളും ഇനി അടുത്ത സ്റ്റെപ്പുകളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ BSc നഴ്സിംഗിന് ഇനി LBS വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇനി മറ്റെന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് അഡ്മിഷനായിട്ട് ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. നിലവിൽ CPASൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ജൂൺ 20-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 20-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് AMCS FNCക്ക് PNC MAC എന്നിവ വഴിയുള്ള അപേക്ഷയും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപേക്ഷകളാണ്, അതായത് ഈ ഒരു CPAS, അതുപോലെ തന്നെ AMCS FNCക്ക്, അതുപോലെ PNC MAC, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ അസോസിയേഷനാണ് PNC MAC, അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് ഈ ഒരു AMCS FNCക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് LBS വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. LBS വഴി ഈ ഒരു ജൂൺ 15-ാം തീയതി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി ആ ഒരു ഡേറ്റ് അവസാനിച്ചത് കൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വെബ്സൈറ്റിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത്, വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ്, അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി, ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് അല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ഈ ഒരു പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടും അതിൽ റിമാർക്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നിങ്ങനെ വിവിധ തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ, അതായത് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതുപോലെ റിമാർക്സ് ഉള്ളവരുണ്ടാവും, അതുപോലെ റിമാർക്സ് ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിമാർക്സ് ഉണ്ടാവുകയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ലഭിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് മാറിപ്പോയിട്ടുണ്ടാവും. ചില സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് പോയതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിലായിരിക്കും നിങ്ങളുടെ ആ റിമാർക്സിനായിട്ടും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനായിട്ടും ഉണ്ടാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാരണങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട്, അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഏതൊരു തരത്തിലുള്ള വിവരങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ ആവശ്യമായിട്ട്, അതായത് നിങ്ങൾക്ക് റിമാർക്സ് LBS കണ്ടെത്തിയിട്ടില്ല, എന്നാൽ നിങ്ങൾക്കൊരു റിമാർക്സ് ഉണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ, അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു ജൂൺ 26-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെ ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് റിമാർക്സ് എന്താണോ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ ഈ ഒരു 26-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു തെറ്റുകൾ എന്താണ് എന്നുള്ളതും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ജൂൺ 26 മുതൽ ഈ ഒരു ജൂലൈ 22-ാം തീയതി വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 8-നാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും അത് പരിഹരിച്ച ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഈ ഒരു ജൂലൈ 10-ാം തീയതിയാണ് വരിക. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്, അതായത് ജൂലൈ 10 മുതൽ ജൂലൈ 15-ാം തീയതി വരെയും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഘട്ടത്തിലും ഓപ്ഷൻസ്, അതായത് നിശ്ചിത കോളേജുകൾ ഗവൺമെൻറ് അപ്രൂവലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വരുന്ന ഓപ്ഷനുകൾ ആ ഒരു ഘട്ടത്തിൽ മാത്രമേ രജിസ്ട്രേഷൻ, അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ. പിന്നീടുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ വീണ്ടും ആ ഒരു ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് ആ ഒരു രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിൽ വരുന്ന കോളേജുകളും നിങ്ങൾക്ക് താല്പര്യമുള്ളവയാണ് എങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതാണ്. ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെൻറ് കോളേജ് പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക, അതായത് ഗവൺമെൻറ് കോളേജുകൾ ആദ്യം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 15-ാം തീയതിയാണ് വരിക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് അപ്രൂവ് ആയിട്ട് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കാനോ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 15 മുതൽ ജൂലൈ 16-ാം തീയതി വരെയാണ്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 17-ാം തീയതിയാണ്. അത് ജൂലൈ 17-ാം തീയതിയാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിലും മാനേജ്മെൻറ്റ് സീറ്റായാലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരിക. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC/ST കാറ്റഗറിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ OEC കാറ്റഗറിയുള്ള വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് മെറിറ്റ് സീറ്റാണ് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആകെ 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് വിദ്യാർത്ഥികൾക്ക് ആകെ 23,170 രൂപയാണ് വാർഷിക ഫീസായിട്ട് വരിക. അപ്പോൾ ആ ഒരു ഫീസ് മുഴുവനായിട്ട് 23,000 സംതിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ നിങ്ങൾ SC ST OEC കാറ്റഗറിയിലുള്ളവർക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ആകെ 1000 രൂപ മാത്രമാണ് ഈ ഒരു ഫീസായിട്ട്, അതായത് ടോക്കൺ ഫീസായിട്ട് വരുന്നത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലായാലും മെറിറ്റ് സീറ്റിലായാലും ബാക്കിയുള്ളവർക്ക് വരുന്നത് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. ബാക്കി ഫീസ് വിദ്യാർത്ഥികൾ ഏകദേശം 73,000 സംതിങ് രൂപയോളവും, അതുപോലെ തന്നെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൂടി നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അത് വൺ ടൈം ആയിട്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരും. ഗഡുക്കളായിട്ട് അടക്കാനുള്ള അവസരം നൽകാറില്ല. ഇനി അടുത്തതായിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൂടി ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ ഫീ പേയ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ, അതായത് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അവസരം എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്, അത് ജൂലൈ 20-ാം തീയതി വരെയും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 23-ാം തീയതിയാണ് വരിക. അപ്പോൾ ഈ ഒരു അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് അടക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് 25-ാം തീയതി വരെയാണ് അതിനുള്ള വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 26-ാം തീയതിയും. അതിനുശേഷം ആ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കേണ്ട ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/7, അതായത് ജൂലൈ 29-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഇതുവരെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ജൂൺ 20-ാം തീയതി വരെ CPAS വഴിയും അതുപോലെ തന്നെ AMCS FNCക്ക് PNC MAC വെബ്സൈറ്റ് വഴിയും BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിലുള്ള അപേക്ഷ നൽകാവുന്നതാണ്. നിലവിൽ LBS വഴിയുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജൂൺ 15-ാം തീയതി വരെയായിരുന്നു ആപ്ലിക്കേഷൻ നൽകാനുണ്ടായിരുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റാങ്കിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഇനി AMCS FNCക്കോ അല്ലെങ്കിൽ PNC MAC വഴിയോ അല്ലെങ്കിൽ CPAS വഴിയോ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 26-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെ ആപ്ലിക്കേഷനിലെ തെറ്റുകളൊക്കെ തിരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല എന്തെങ്കിലും റിമാർക്സോ, അതായത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ റിമാർക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിമാർക്സ് ഒന്നും കാണിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ ഒരു കാര്യം തെറ്റാണ്, അപ്പോൾ അത് തിരുത്തണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ലഭിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക്, അതായത് എഡിറ്റ് ചെയ്യുകയിൽ ആ റിമാർക്സ് എന്താണ് അത് എന്ന് അറിയിക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് നൽകുകയുമാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 26 മുതൽ ജൂലൈ 2-ാം തീയതി വരെ ആപ്ലിക്കേഷനിലെ എററുകളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കുന്നതിനും അതുപോലെ റിമാർക്സ് എന്താണ് കാണിച്ചിട്ടുള്ളത് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2-ാം തീയതി വരെ അവസരമുണ്ടായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം ആ ഒരു ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏതാണ് കോളേജ്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ ആ ഒരു സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണോ, അതുപോലെ തന്നെ ആ ഒരു കോളേജ് നിങ്ങൾക്ക് എത്ര സീറ്റാണുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് അവിടെ ഫീസായിട്ട് വരിക എന്നിങ്ങനെയൊക്കെയുള്ള ബേസിക് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അത് മാനേജ്മെൻ്റ് ആണോ ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ ആ ഒരു കോളേജിനെ സംബന്ധിച്ച് അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റാണോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.